ഇതുപോലൊരു സാഹസം ഞാനും ചെയ്തിട്ടുണ്ട്. അതായത് മദിരാശിയിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് മോഹൻ്റെ കൂടെ താമസിക്കുന്ന കാലഘട്ടം. അപ്പം ഞാനൊരു സിനിമയിൽ എനിക്ക് റോള് കിട്ടി. അതിലുള്ള റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഒരു കള്ളനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്നത് സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ ആ കള്ളൻ്റെ അടുക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊരു സീനാണ് എനിക്ക് അതിനകത്ത് കിട്ടിയത്. അങ്ങനെ മദിരാശിയിലുള്ള ആ സമയത്ത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള മാപ്രാണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ രാഘവൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ അയാൾ മദിരാശിയിൽ വന്നു, എന്നെ കണ്ടു, എൻ്റെ അടുക്ക പറഞ്ഞു, താനൊക്കെ വലിയ നടനായില്ലേ? സത്യം പറഞ്ഞാൽ ഞാനൊരു നടനുമായിട്ടില്ല, ചെറിയ ചെറിയ റോളുകൾ അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അയാളുടെ മുമ്പിൽ ഞാനൊരു വലിയ നടനാണ്, താനൊക്കെ വലിയ നടനായില്ലേ? എനിക്കും ഉണ്ടോ ഒരു മോഹം, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നാട്ടുകാരൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ നടനാണെന്നുള്ളത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് അഭിനയിച്ചു. ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ AB രാജ് സാറിന്റെ പടത്തിൽ ഒരു നല്ല റോൾ ഉണ്ടായിരുന്നു നസീർ സാറിന്റെ കൂടെ. അത് വേണ്ട, അങ്ങനെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളാ. നമ്മൾ ഇന്ന് കൂടെ അഭിനയിച്ച്. നേരാണ്, പാവം ഇതിന്റെ പേരിൽ ഇനി ഔട്ടാവണ്ട. എന്റെ ഫിഗറിന് ചേരുന്ന ഒരു വേഷം, അതും ഒരു രസത്തിന്. അല്ലാതെ ഞാനിതെന്താ സ്ഥിരം തൊഴിലാക്കാൻ പോകണോ? എന്റെ ഉപജീവനത്തിന് വേറെ ലൈനിലേടാ. ഇതിപ്പോ ഭൂമി മലയാളം ഇരിങ്ങാലക്കുടയിൽ പടം ഓടുമ്പോ കൊട്ടയിൽ കയറുന്നവർ എന്നെ കാണണം, അതൊരു ക്രെഡിറ്റ്, അത്രേ ഉള്ളൂ. ശശികുമാർ സാറിനോട് പറയായിരുന്നു, പക്ഷേ സാറിന്റെ പടത്തിൽ ഇനി ഫൈറ്റ് സീൻ മാത്രമേ ബാക്കിയുള്ളൂ. ഫൈറ്റ് ഒന്നും പ്രശ്നമല്ല, തോക്ക് പിടിച്ച് തഴമ്പിച്ച കയ്യാ ഇത്. ദാ ഇത് കണ്ടോ? പക്ഷേ കൂടെ ഫൈറ്റ് ചെയ്യുന്നവന്മാരുടെ കയ്യെങ്ങാനും മുട്ടി എൻ്റെ മേല് നൊന്താ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ മേലും കീഴും നോക്കൂല, വെച്ച് താങ്ങും. തമിഴന്മാരാ ഫൈറ്റേഴ്സ്, അവന്മാരോട് കളിക്കാൻ പോലെ വിവരം അറിയും. ലഡാക്കിലും പൂഞ്ചിലും ശത്രുപടന്മാരെ പടപടാന്ന് വീഴ്ത്തിയ പാരമ്പര്യമുള്ളവനായി ഞാൻ. അന്നതിന് ചേട്ടൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഫൈറ്റ് സീന് തോക്കുണ്ടാവില്ല, ആ റിസ്ക് വേണ്ട. വേറെ അല്ല, ചില്ലർ ഒന്നും തള്ളും നമ്മൾ തമ്മിലായ രാഘവേട്ടന് പ്രശ്നം ഉണ്ടാവില്ല. ഉവോ, മേല് നോവരുത്, എനിക്കത്രേ ഉള്ളൂ. അത് ഞാൻ സൂക്ഷിച്ചോളാം. ஐயோ சார், இந்த ஊர்ல இது சாப்பிடக்கூடாது, ப்ரோஹிபிஷன் ஆக்கு. പട്ടാളക്കാർക്ക് എന്തും ഏതൂരിലും സാപ്പിടാം. ഇപ്പൊ പ്രൊഹിബിഷൻ ഓക്കെ താനേ? டபுள் ஓகே சார். നീ പോയി 2 ഗ്ലാസ് എടുത്തുണ്ടോ? 2 അല്ല 3. ഏയ്, ഞാൻ കഴിക്കില്ല. சீக்கிரம் கொண்டு சார். എങ്കിൽ പിന്നെ പാട്ടുകാരനല്ലേ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിക്കുമ്പോ താൻ പാടണം. അത് പിന്നെ നല്ല ശീലാണ്. റോൾ എന്താണെന്ന് പറഞ്ഞില്ല. ഒരു കള്ളനാണ്. ആരാ പോലീസ്? അത് ഞാനാ. നീ പോലീസ്, ഞാൻ കള്ളൻ. കയ്യിലിരിപ്പ് വെച്ച് മറിച്ചാ വേണ്ടത്. ആ സിനിമയല്ലേ, പോട്ടെ.